സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സത്യകാമന്റെ സത്യനിഷ്ഠ എന്ന ഉപനിഷത്ത് കഥയുടെ അവസാന ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. പിറ്റേ ദിവസം സത്യകാമൻ ഗോക്കളുമായി ഗുരുകുലത്തിൽ എത്തിയ ശേഷം ശാന്തതയോടെ ഗൗതമ മുനിയെ ചെന്നുകണ്ട് സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ സന്തുഷ്ടനായ ഗൗതമ മുനി തൻ്റെ ശിഷ്യനെ ആപാദചൂഡം വീക്ഷിക്കുകയും മനസ്സിൽ സ്വയം ഇപ്രകാരം പറയുകയും ചെയ്തു. സത്യകാമനിൽ മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടുണ്ട്. അവൻ ശാന്തചിത്തനാണ്. മുഖം തേജസ്സുറ്റതായിരിക്കുന്നു. കണ്ണുകൾ ദിവ്യങ്ങളായി തിളങ്ങുന്നു. പരമശാന്തിയും ആനന്ദവും സുഖവും അനുഭവിക്കുന്നവനെ പോലെ സംതൃപ്തനായി നിൽക്കുന്നു. അവൻ വളരെയധികം വിനയാന്വിതനായി തീർന്നിട്ടുണ്ട്. ഗൗതമ മുനി സസന്തോഷത്തോടെ സാവധാനം ചോദിച്ചു: മകനെ, നിന്റെ മുഖം സത്യം സാക്ഷാത്കരിച്ചവനെ പോലെ ശോഭിക്കുന്നുണ്ടല്ലോ. നീ ശാന്തനും സുസ്മേരവദനനുമായിരിക്കുന്നു. കുഞ്ഞെ, ആരാണ് നിനക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നത്? ഗുരുവിൻ്റെ സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ട് വളരെ ആദരവോടുകൂടി സത്യകാമൻ സംഭവിച്ചതെല്ലാം ഗുരുവിന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അതുകേട്ട് ഗുരു ആഹ്ലാദചിത്തനായി. ദേവതകളിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടിയെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് വിദ്യ നേരിട്ട് ഉപദേശിക്കപ്പെടണം. എങ്കിലേ പരിപൂർണത കൈവരികയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് സത്യകാമൻ തൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഗൗതമ മുനി യഥാശാസ്ത്രം എല്ലാ തരത്തിലുമുള്ള ആത്മീയ തത്വത്തെ സത്യകാമന് പഠിപ്പിച്ചു കൊടുത്തു. ദേവതകളിൽ നിന്നും ഗുരുവിൽ നിന്നും അറിവ് നേടിയ സത്യകാമൻ മഹാജ്ഞാനിയായി തീർന്നു. അങ്ങനെ അവൻ തൻ്റെ ജീവിതം ധന്യമാക്കി. ഈ കഥ ഇവിടെ അവസാനിച്ചു. മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.